ഹിൽ പാലസ് മൊത്തം ചുറ്റി നടന്ന് കണ്ട് തളർന്ന് ക്ഷീണിച്ചിട്ടാണ് നമ്മളിതാ തിരിച്ചു വരുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരെ പോണത് മാളവികേൻ്റെ വീട്ടിലേക്കാണ്. മാളവികേൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഫൈനലി നമ്മളിതാ മാളവികേൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് കണ്ട് ഇവിടെ കയറിയിട്ട് നമ്മൾ വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മാംഗോ ഷേക്കും ഓള് വന്ന് മൂസമ്പി ജ്യൂസും അങ്ങനെ എന്തോ ആണ് മേടിച്ചത് കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഒന്നാമത് ഇന്ന് ഭയങ്കര വെയിലേന്, കുറേ വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ച് പോയി. പിന്നെ നമ്മളെ കൂട്ടത്തിൽ എന്തായാലും ഒരു സ്ലോ ഈറ്റർ ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു സ്ലോ ഈറ്റർ എന്ന് പറഞ്ഞാൽ ഇവളേനു. പണ്ട് തൊട്ടേ ഇവൾ ഇങ്ങനെയാണ്, എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ ഓള് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഇവളെ വീട്ടിലെത്തി. ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഇതാ താഴെ നിന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ മുകളിൽ താഴത്തേക്ക് വന്നു കേട്ടോ. നല്ല കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടേനു, നല്ല ടേസ്റ്റ് ഉണ്ടേനു. അങ്ങനെ നല്ലൊരു ഹോംലി മീൽസൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അതാ നേരെ തിരിച്ച് എൻ്റെ ആലുവയിലേക്ക് പോവുക കേട്ടോ. മെട്രോ കയറാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആലുവയിലെത്തി. ആലുവയിൽ നിന്ന് നല്ലൊരു ചായയും കുടിച്ചതിന് ശേഷം ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി.